വേറൊരാൾക്ക് വേണ്ടി ഞാൻ ഇടനിലക്കാരനായി നിന്നു. എന്നിട്ട് അയാൾ വിഗ്രഹം വാങ്ങിച്ചോ? വാങ്ങിച്ചു. അതായത് ഇവൻ മോഷ്ടിച്ച ആ വിഗ്രഹം നീ വഴി മറ്റൊരാൾ സ്വന്തമാക്കി, അതല്ലടാ ശരി? അതെ സർ. നീ വഴി ആ വിഗ്രഹം വാങ്ങിയതാരാ? ആ വിഗ്രഹം ഇപ്പൊ എവിടെയുണ്ട്? പറടാ. അത് പറ. ഈ ചടങ്ങ് മുടക്കി ഈ ചോദ്യം ചെയ്യലിന് കാരണം എന്താണെന്ന് എല്ലാരും ഒന്ന് അറിയട്ടെ. വിഗ്രഹം കൊടുത്തത് യതീന്ദ്രൻ ചേട്ടനാ സാർ. എന്താ അസംബന്ധമായി പറയുന്നത്? വിഗ്രഹം ഞാൻ വാങ്ങിയിരുന്നു ഇവരുടെ കയ്യിൽ നിന്നോ? ഞാനും ഇവനും തമ്മിൽ എന്ത് ഇടപാടാ ഉള്ളത്? സർ, നിങ്ങൾക്ക് ഏതോ മിസ്അണ്ടർസ്റ്റാൻഡിങ് പറ്റിയിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡ് അങ്ങനെ ഒരു വിഗ്രഹം ആരിൽ നിന്നും വാങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആവശ്യവും. വാങ്ങിച്ച വിഗ്രഹം അവരുടെ പൂജാമുറി ഇരിക്കുന്നുണ്ട് സാറേ. പൂജാമുറിയിൽ ഇരിക്കുന്നത് താന്നിയൂരമ്മയുടെ വിഗ്രഹം. അത് കാലങ്ങളായിട്ട് അവിടെ ഇരിക്കുന്നതാ. അതെ സർ. താന്നിയൂരമ്മ ഞങ്ങളുടെ തറവാട്ട് ദേവിയാ. താന്നിയൂരമ്മയുടെ വിഗ്രഹം ഞങ്ങളുടെ പൂജാമുറിയിൽ ഇരിക്കുന്നത്. അതെ സർ. ആ പൂജാമുറിയിൽ സാറി പറയുന്ന ദേവിയുടെ വിഗ്രഹം ഉണ്ട് സാറേ. ഇതാണ് പാണ്ഡവൻ ചോല അമ്പലത്തിൽ നിന്ന് കാണാതെ പോയ വിഗ്രഹം. സർ, ഇപ്പൊ കാര്യം വ്യക്തമായി. അല്ല സർ, സാറിന്റെ ഈ വരവിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എന്താ? ഇത് ആരുടെങ്കിലും പ്ലാനിംഗ് ആണോ? സർ, സാർ ഈ കാണിച്ച വിഗ്രഹം പോലുന്ന ഞങ്ങളുടെ പൂജാമുറിയിലുണ്ട്. ആ വിഗ്രഹം സാറ് പറയുന്ന പോലെ എന്റെ അച്ഛൻ ആരിൽ നിന്നും വിലപേശി വാങ്ങിയതൊന്നുമല്ല. അതൊരു ഗിഫ്റ്റായിരുന്നു. ആ ഗിഫ്റ്റ് ഞങ്ങൾക്ക് തന്നത് ദേ ആ നിൽക്കുന്ന സ്ത്രീയാ, ഗംഗ. എന്താ ഈ പറയുന്നേ? ഞാനെന്തിനാ നിങ്ങൾക്ക് വിഗ്രഹം സമ്മാനമായിട്ട് തരുന്നേ? ഗംഗ, കള്ളം പറയാൻ ശ്രമിക്കരുത്. അയ്യോ, എനിക്കെന്താ ഭ്രാന്തുണ്ടോ? പാണ്ഡവൻ ചോല അമ്പലത്തിലെ കോടിക്കണക്കിന് വില വരുന്ന വിഗ്രഹം കൊണ്ടുവന്ന് നിങ്ങൾക്ക് സമ്മാനമായി തരാൻ? അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഒരു വിഗ്രഹം എന്റെ കയ്യിൽ എങ്ങനെയാ കിട്ടുന്നേ? അവരുടെ ചോദ്യം ന്യായമല്ലേ? അങ്ങനൊരു വിഗ്രഹം അവരുടെ കയ്യിൽ എങ്ങനെ കിട്ടും? നിങ്ങൾക്ക് ഗിഫ്റ്റ് തരാൻ വേണ്ടി ഇത്രയും വിലയുള്ളൊരു വിഗ്രഹം അവർ മോഷ്ടിക്കൂ? സാർ, ഇത് ചതിയാണ്. ആ വിഗ്രഹം ഞങ്ങളുടെ വീട്ടിൽ എത്തിച്ച ഇവരാ. ഇക്കാര്യത്തിൽ അച്ഛൻ നിരപരാധിയാണ് സർ. പ്ലീസ് സർ. ആദ്യം ആ വിഗ്രഹം കണ്ടെടുക്കണം. ഇവരിൽ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുപോയി ആ വിഗ്രഹം എടുത്തോണ്ട് വേണം. വിജയ്, കൂടെ ചെല്ല്. രാജു, ചെല്ല്. നിങ്ങൾ കൂടെ പോയിട്ടോ. എന്താടാ സാർ? അത് പിന്നെ തൊണ്ടി മുതലെടുക്കാൻ പോയവർ അതുമായി തിരിച്ചു വരട്ടെ.
വീട്ടിലേക്കായാലും ഈ ചടങ്ങിലേക്കായാലും വിളിക്കാതെ തന്നെ നിങ്ങൾ കയറി വന്നു.